നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് 8ന്റെ ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാനും സാധിക്കും. അതോടൊപ്പം അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ സമ്മേളനം, അതായത് നമ്മുടെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിനിടയിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കൊടുത്തത് ഒരു 8ന്റെ പണി തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില എം പിമാരും അടങ്ങുന്നവരെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം KPCC അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒടുവിൽ ബെന്നി ബെഹനാൻ വേണോ, അതല്ല കൊടിക്കുന്നിൽ സുരേഷ് മതിയോ, ഇനി അതും പോരാഞ്ഞിട്ട് MK രാഘവനെ വിളിച്ചിവിടെ കൊണ്ടുവരണോ, ഇനി ജോസഫ് വാഴക്കൻ മതിയാകുമോ, ഇനി അതല്ല യുവാക്കൾക്ക് കാര്യങ്ങൾ കൈമാറേണ്ടി വരുമോ എന്നതടക്കമുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നേതാക്കന്മാരെ വിളിപ്പിച്ചു എന്നുള്ള പേരിലും അതോടൊപ്പം AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും പിന്നെ അവിടുന്ന് മുറിച്ചു കിട്ടുന്ന കേക്കിൽ അല്പാൽപമായി ഭക്ഷിച്ച് മടങ്ങുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇതേ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഡൽഹിയിലേക്ക് എത്തുന്നത്. എന്നാൽ ജന്തർ മന്ദറിൽ CJP എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരപരിപാടികൾ, ഈ സമരപരിപാടികളിൽ ഹൈജാക്ക് ചെയ്ത് തങ്ങളുടേതാക്കി പ്രതിപക്ഷത്തിൻ്റെതാക്കി മാറ്റി തീർക്കാനുള്ള ഒരു കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും പ്രയോഗിച്ച 2 പേരായിരുന്നു KC വേണുഗോപാലും നമ്മുടെ രാഹുൽ ഗാന്ധിയും. കാരണം ഇത്രയും കാലം അവരവിടെ കിടന്നുകൊണ്ട് ഏകദേശം 10-40 ദിവസമായി അവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 40 ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും തോന്നാത്ത ഒരാശയം രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും തലയിൽ ഉദിക്കുന്നു. അതിന് കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേരെ വേണം. കാര്യം പ്രത്യക്ഷത്തിൽ ഇത് BJPക്ക് എതിരായ ഒരു സമരമാണ്, BJP മന്ത്രിസഭയ്ക്ക് എതിരായ ഒരു സമരമാണ്. അതുകൊണ്ട് ശക്തമായി കുറേയധികം നമ്മുടെ നേതാക്കന്മാരെ അങ്ങ് കേരളത്തിൽ നിന്ന് വിളിച്ചു വരുത്തണമെന്ന് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തീരുമാനിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടതും കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവികമായും ഏതൊരു കോൺഗ്രസ് ഉന്നത നേതാവും ചിന്തിക്കുന്ന കാര്യം മാത്രം. പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് വി ഡി സതീശനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ പ്രയോഗിക്കേണ്ടി വന്ന ഒരു തന്ത്രമായിരിക്കാം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വരെ വന്നു പോകണം. ഒരു ബർത്ത്ഡേ വിഷസ് മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ അയച്ചാലും മതിയാകും. അതിന് ഡൽഹിയിലേക്ക് ഇത്രയും തുക മുടക്കി ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇനി അതല്ല കേക്ക് കഴിക്കാനോ ഉത്തരേന്ത്യൻ വിഭവം ആഹരിക്കാൻ വേണ്ടിയിട്ടുമാണോ പോയത് എന്നൊക്കെയുള്ള പിന്നീടുള്ള ചർച്ചകളിലേക്ക് വരേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇതൊരു കെണിയായി മാറി. അതായത് KC വേണുഗോപാലും വി ഡി സതീശനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ശീതയുദ്ധത്തെക്കുറിച്ച് ആർക്കും യാതൊരുവിധ സംശയവുമില്ല. കാരണം KC വേണുഗോപാൽ ആഗ്രഹിച്ച, ഒരുപാട് പ്രതീക്ഷിച്ച, നോമ്പ് നോറ്റിരുന്ന ഒരു സ്ഥാനമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ തട്ടിയെടുത്ത് കൊണ്ടുപോയി സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിലവിലൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ അവർ തമ്മിലൊരു ശീതയുദ്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തന്നെയുമല്ല, യൂത്ത് കോൺഗ്രസുമായും വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. KSU എന്ന് പറയുന്ന ഒരു സംഘടനയുമായും വി ഡി സതീശന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരമൊക്കെ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ അതൃപ്തി രൂപേണ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പം ഈ 2 സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ സംഘപരിവാർ അനുകൂല രീതിയിൽ തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളൊരു ബോധ്യം ഹൈക്കമാൻഡിന് മുമ്പിൽ ആരൊക്കെയോ ചെന്ന് ചാർത്തിക്കൊടുത്തു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഒരുപക്ഷെ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പലയിടങ്ങളിലും മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വേഷഭൂഷാദികളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിച്ചേർന്ന വി ഡി സതീശൻ പിന്നീട് ചെന്നുപെട്ടത് ഒരു എലിക്കണിയിലായി പോയി എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ജന്തർ മന്ദറിൽ കോൺഗ്രസ് നടത്തിയ സമരപരിപാടികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നുപെട്ടിടം കെണിയായി പോയി എന്ന് തന്നെയാണ്. അവിടെ DK ശിവകുമാറും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സമരത്തിനായി അവിടെ ഇരിക്കുന്ന വേദിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അതിൻ്റെ പിന്നിൽ മാറി തലചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ
മുഖ്യമന്ത്രി ഇതിനു മുൻപ് നയിച്ചിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സർക്കാരിനെതിരെ ഘോരം വാദിച്ചുകൊണ്ടിരുന്ന ഒരു വി.ഡി. സതീശനെ നമുക്കറിയാം. മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞുപോയ ഇടതുപക്ഷ സർക്കാരിനെതിരായി ഉയർത്തിയിട്ട കള്ളപ്രസ്താവനകൾ പറയുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിയിരുന്ന ശരീരഭാഷ നമുക്കറിയാം. അദ്ദേഹം സ്വന്തം പ്രവർത്തകരോട് തട്ടിക്കയർത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയിരുന്ന ഭാഷ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാവം നമുക്കറിയാം. അത് മാത്രമല്ല, തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയിലെയും ഒരു ഷാർപ്പ്നെസ് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്രയും സവിശേഷമായ വ്യക്തിത്വമുള്ള വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും മുദ്രാവാക്യം വിളിച്ചില്ല എന്നുള്ളതാണ് അതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഡി.കെ. ശിവകുമാറും ഏകദേശം അതേ നിലയിൽ തന്നെയായിരുന്നു കേട്ടോ. അത് നമ്മൾ കാണാതിരുന്നു കൂടാ. അതായത് ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ബി.ജെ.പിയോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്നുള്ളത് വേണം അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കണം. എങ്കിലും ഡി.കെ. ശിവകുമാർ ഇടയ്ക്ക് ചുണ്ടനക്കുകയെങ്കിലും ചെയ്തുവെങ്കിൽ ഇവിടെ വന്നുപെട്ടത് അബദ്ധമായി പോയല്ലോ എന്നോർത്ത് തലചൊറിഞ്ഞിരിക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന അനിഷേധ്യനായ ഒരു നേതാവിനെയാണ് നമ്മൾ അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നമ്മൾ കാണുന്നത്. ഇതാണ് ശരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വി.ഡി. സതീശനെ അവിടെയുള്ള ബി.ജെ.പിക്കാരുടെ മുന്നിൽ കണ്ണിൽ കരടാക്കി ഇട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നില്ലേ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ലക്ഷ്യം? കാരണം എന്താണ്? ഇവിടെ പല നിയമനങ്ങൾ നടന്നതും അതോടൊപ്പം പല നിയമനങ്ങൾ നമുക്കറിയാം. കേൽക്കരുടെ നിയമനം നടന്നതും അതോടൊപ്പം തന്നെ ശേഷാദ്രിനാഥിൻ്റെ നിയമനം നടന്നതും ഇവിടെ അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി 10,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് 49% ഓഹരികൾ MSC പോലെ ഒരു കമ്പനിക്ക് വിൽക്കുന്നതും നിശബ്ദം നോക്കി നിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ നിശബ്ദതയോടുകൂടി നോക്കി നിന്ന ഒരു മുഖ്യമന്ത്രിയെ അവിടിട്ട് വാട്ടിപ്പിഴിയുക എന്നുള്ളത് തന്നെ ആയിരുന്നില്ലേ കെ.സി. വേണുഗോപാലിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി സംശയം തോന്നിയേക്കാം. ആ സംശയത്തിന് അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിന് തെറ്റു പറയാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ ഇവിടെ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന നിലപാടുകൾ ഹിന്ദുത്വ നിലപാടുകളല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരു നേതാവ് കോൺഗ്രസിനുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ പേര് വി.ഡി. സതീശൻ എന്നായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള വി.ഡി. സതീശനെ സത്യത്തിൽ അവിടെ ഇട്ടുകൊടുക്കുന്ന സമീപനം തന്നെ ആയിരുന്നു കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കാണിച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതുവരെ ഇല്ലാതിരുന്ന, അതായത് CJP എന്ന് പറയുന്ന കുട്ടികളുടെ സംഘടന അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരം, ദീർഘകാലമായി അവിടെ തുടർന്നു വന്ന സമരം, ജൂൺ മാസം 20-ാം തീയതി ആരംഭിച്ച ഒരു സമരം, ഈ സമരം ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയത്ത് മാത്രമാണോ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലായത്? അല്ല, ഇവർക്ക് നേരത്തെയും അറിയാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വളരെ തന്ത്രപൂർവ്വം എന്താണ് ചെയ്തത്? അതിനെ ഹൈജാക്ക് ചെയ്തെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതല്ലേ വാസ്തവം. അതായത് രാഹുൽ ഗാന്ധിയുടെ സമയത്തിനും കാലത്തിനുമൊക്കെ അനുസരിച്ച് വേണമല്ലോ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ചലിക്കേണ്ടത്. അദ്ദേഹം വിദേശ പര്യടനത്തിലോ ടൂറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തിരുമൽ കേന്ദ്രത്തിലോ അദ്ദേഹം പോവുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരികെ എത്തുന്നത് വരെയുള്ള സമയമുണ്ട്. ആ തിരികെ എത്തുന്ന വരെയുള്ള ആ സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ ആ തിരികെ എത്തിയതിനു ശേഷം മാത്രമേ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ചലിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കർക്കശ നിർദ്ദേശം ഒരുപക്ഷെ എവിടെ നിന്നോ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം ഈ സമരപരിപാടി നടത്താൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അതുവരെ ഇല്ലാതിരുന്ന ഒരു ഉദ്യമം വളരെ പെട്ടെന്ന് വർഷകാല സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്നു വന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഹൈജാക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. പിന്നെ തന്നെയുമല്ല, കെ.സി. വേണുഗോപാലിന് വി.ഡി. സതീശനോടുള്ള ഒരു പേഴ്സണൽ റിവെഞ്ച് എന്ന് പറയാൻ പറ്റുന്ന സ്വകാര്യമായ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു പ്രതികാരം അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റി. കാരണം കേരളത്തിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഈ യൂത്ത് കോൺഗ്രസ് വി.ഡി. സതീശനെതിരായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട പല നേതാക്കന്മാരെയും മുന്നിൽ നേരിട്ട് കാണാൻ പോലും ഈ പറയുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പലപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അതിലൊരാൾ OJ ജനീഷ് എന്ന് പറയുന്ന ഒരാൾ മന്ത്രിസഭയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ പിന്നീട് ഈ പറയുന്ന സ്വന്തം പാർട്ടിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ വില കൽപ്പിക്കാത്ത വി.ഡി. സതീശന് 8ന്റെ പണി കൊടുക്കണമെന്ന് കരുതി തന്നെയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? വി.ഡി. സതീശൻ രായ്ക്ക് രാമായണം അവിടെ തടിതപ്പുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 7 മണിക്കാണ്, കൃത്യം 7 മണിക്കാണ് അവിടെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം രാഹുൽ ഗാന്ധി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അത്രേ, നിങ്ങൾ പൊയ്ക്കോളൂ, 7 മണിയായി, 8 മണിയുടെ ഫ്ലൈറ്റ് നിങ്ങൾക്ക് പിടിച്ചാലേ നിങ്ങൾക്ക് ക്യാബിനറ്റ് ഉള്ളതല്ലേ,
നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് രാഹുൽ ഗാന്ധി വി ഡി സതീശനോട് പറഞ്ഞു അത്രേ. നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്നും ഈ 7 മണി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ 8 മണിയാണ് വാച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, നമുക്കറിയാം ക്യാബിനറ്റ് ബ്രീഫിങ്ങിനിടയിൽ അദ്ദേഹം ഈ വാച്ചിലടിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സമയമാകുന്നു ഫ്ലൈറ്റിനുള്ള, നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ, 8 മണിക്കല്ലേ ഫ്ലൈറ്റ് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് താൻ ഫ്ലൈറ്റ് പിടിച്ച് ക്യാബിനറ്റ് ഉള്ളത് കൊണ്ട് കേരളത്തിലേക്ക് എത്തുകയായിരുന്നു ഉണ്ടായത് എന്നായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധി അവിടെ അപഹാസ്യനാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ട്രോളുകൾ കിട്ടാൻ സാധ്യതയുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ വിഷ്വലുകൾ ഉണ്ടായിരുന്നു. അതിലെവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരു വാച്ച് കിടക്കുന്നത് കണ്ടോ? വാച്ചിൽ അടിച്ച് കാണിച്ചിട്ട് അതെ നിങ്ങൾ വിട്ടോളൂ, നിങ്ങൾക്കിപ്പോൾ അവിടെ ഇതുള്ളതല്ലേ, ക്യാബിനറ്റ് ഉള്ളതല്ലേ, ഫ്ലൈറ്റിന് സമയമായില്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു നുണ എന്തിനാണ് ഇവിടെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത്? എന്നിട്ട് ഇവിടെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതേ വി ഡി സതീശൻ പറഞ്ഞ എന്താണ്, ഞാൻ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, ഈ മല്ലികാർജ്ജുൻ ഖാർഗെയെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരു AICC അധ്യക്ഷന് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കാശ് മുടക്കി ഡൽഹിയിലേക്ക് പറക്കുക കേട്ടുകേഴ്വിയുള്ള കാര്യമാണോ ഇത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ സമരത്തിനായി പോയതല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അപ്പോൾ തീർച്ചയായും ഇതിനെ നിർദോഷമായ കള്ളം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം അവിടെ ചെന്ന് അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ, വി ഡി സതീശൻ മനസാവാച അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഒരു സമരപരിപാടിയിൽ പങ്കെടുത്തത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സമരപരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വി ഡി സതീശൻ ആ ഡൽഹിയിലേക്ക് പോകില്ലായിരുന്നു. അതായത് ഈ സമരത്തിനാണ് ഞങ്ങൾ കോപ്പ് കൂട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ആ സമരത്തിലേക്ക് സതീശൻ കൂടി പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വി ഡി സതീശൻ അവിടെ പോകില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. തന്നെയുമല്ല, തിരിച്ചു വന്നതിന് ശേഷം BJP അടക്കമുള്ള ഇവിടുത്തെ കേരളത്തിലെ ഘടകത്തെ ബോധിപ്പിക്കണം, ഞാൻ ഒരിക്കലും BJPക്കോ സംഘപരിവാറിനോ എതിരല്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കെതിരെ സമരം ചെയ്യാനല്ല ഞാൻ പോയത്, കേവലം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി മാത്രം പോയതാണ് എന്നും പൊതുജനത്തെയല്ല ഇവിടുത്തെ BJPക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യവും വി ഡി സതീശൻ്റെ ആ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അറിയാതെ നടത്തിയ യാത്രയും പിന്നീട് ആ യാത്രയിൽ ഉണ്ടായ തെറ്റുകുറ്റങ്ങളെ ഇവിടെ സമസ്ത അപരാധങ്ങളും പറഞ്ഞ് മാപ്പിരക്കുന്ന രീതിയിൽ വന്ന് മാധ്യമ സമ്മേളനം നടത്തിയത് വെറുതെ അല്ല എന്ന് ചുരുക്കം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.